ശരി കൂട്ടുകാരെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന അക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളെന്ന് പറയുന്നു. വ്യഞ്ജനാക്ഷരങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? അതെ, സ്വരങ്ങളുടെ സഹായമില്ലാതെ ഈ വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പറ്റില്ല. അതിനാണ് വ്യഞ്ജനാക്ഷരങ്ങളെന്ന് പറയുന്നത്. എത്ര വ്യഞ്ജനാക്ഷരങ്ങളുണ്ടെന്നൊരു ഊഹം വെച്ച് പറഞ്ഞേ, ഒന്നാലോചിച്ചേ. അതെ, ഏകദേശം 36ഓളം വ്യഞ്ജനാക്ഷരങ്ങൾ മലയാളത്തിലുണ്ട്. അപ്പോൾ ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് ഉച്ചരിക്കുക എന്ന് നമുക്ക് നോക്കാം. തുടങ്ങാം. ആദ്യത്തെ അക്ഷരം ക. ക. രണ്ടാമത്തെ അക്ഷരം നോക്കിയേ, ഖ. എന്താ അത്? ഖ. അടുത്ത അക്ഷരം നോക്കാം, ഗ. ഗ. അടുത്തത് ഘ. എന്താ അത്? ഘ. അടുത്തത് നോക്കാം, ങ. ങ. അടുത്തത് നോക്കാം, ച. ച. അടുത്തത് ഛ. ഛ. അടുത്തത് നോക്കാം, ജ. ജ. അടുത്തത് ഝ. ഝ. അടുത്തത് നോക്കാം, ഞ. എന്താ അത്? ഞ. അടുത്ത അക്ഷരം നോക്കാം, ട. എന്താ അത്? ട. അടുത്തത് ഢ. എന്താ അത്? ഢ. അടുത്തത് നോക്കാം, ഡ. എന്താ അത്? ഡ. അടുത്തത് നോക്കാം, ഢ. എന്താ അത്? ഢ. അടുത്തത് ണ. നോക്കിയേ, ണ. അടുത്ത അക്ഷരം നോക്കാം, ത. എന്താ അത്? ത. അടുത്ത നോക്കാം, ഥ. എന്താ അത്? ഥ. അടുത്ത നോക്കാം, ദ. നോക്കിയേ, ദ. അടുത്ത അക്ഷരം ധ. ധ. അടുത്ത അക്ഷരം ന. എന്താ? ന. അടുത്ത നോക്കാം, പ. എന്താ? പ. അടുത്തത് ഫ. എന്താ? ഫ. അടുത്തത് ബ. എന്താ? ബ. അടുത്ത അക്ഷരം നോക്കാം, ഭ. ഭ. അടുത്തത് മ. മ. അടുത്ത അക്ഷരം യ. എന്താ അത്? യ. അടുത്ത നോക്കാം, ര. എന്താ? ര. അടുത്തത് ല. എന്താ? ല. അടുത്തത് നോക്കാം, വ. വ. അടുത്തത് ശ. എന്താ? ശ. അടുത്ത അക്ഷരം നോക്കാം, ഷ. ഷ.
അടുത്തത് സ. എന്ത്? സ. അടുത്ത നോക്കാം, ള. എന്താ അത്? ള. അടുത്തത് ഹ. അടുത്തത് ഹ. അടുത്തത് റ. എന്താ? റ. അടുത്തത് റ. എന്താ അത്? റ. അടുത്ത അക്ഷരം ക്ഷ. എന്താ അത്? ക്ഷ. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അല്ലേ? ഓരോന്നും എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളതും പഠിച്ചു അല്ലേ? അടുത്തതായി കൂട്ടുകാരെ, ഈ വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ച് ഓരോ വാക്കുകളും നമുക്ക് നോക്കാം. അതിൻ്റെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം കൂട്ടുകാർക്ക് ഒരുപാട് മനസ്സിലാവും. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ അക്ഷരം ക. ക കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, കണ്ണ്. എന്താ അത്? കണ്ണ്. കണ്ണിൻ്റെ പ്രത്യേകത എന്താ? നമ്മളെ ശരീരത്തിലെ ഒരു അവയവമാണ് കണ്ണ്. അതുമാത്രമല്ല, കണ്ണുകൊണ്ടാണ് നമുക്ക് ലോകം മുഴുവനും കാണാൻ പറ്റുന്നത് അല്ലേ? അപ്പം ആരും മറക്കരുത്, ഇത് കണ്ണ്. 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 അടുത്ത അക്ഷരം നോക്കാം, ഖ. ഖ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. ആകാശത്ത് കാണപ്പെടുന്ന ഒരു മേഘം. എന്താ അത്? മേഘം. മേഘം. ആകാശത്താണ് അത് കൂടുതലും കാണുന്നത് അല്ലേ? ആകാശത്താണ് നമ്മൾ മേഘങ്ങൾ കാണുന്നത്. മേഘങ്ങൾ കൊണ്ടാണ് നമുക്ക് മഴ ലഭിക്കുന്നത് അല്ലേ? അതെ. അടുത്ത വാക്ക് നോക്കാം, ഗ. ഗ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, ഗരുഡൻ. 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 ഗരുഡൻ എന്താ ചെയ്യുക? ഗരുഡൻ ഒരുപാട് ഉയരത്തിലാണ് പറക്കുന്നത് അല്ലേ? ഭയങ്കര ഒരു ഭയാനകമായൊരു പക്ഷിയാന്ന് തന്നെ പറയാം ഗരുഡൻ. അതെ. അടുത്തത് നോക്കാം, ഖ. എന്താ അത്? ഖ. ഒരു വാക്കെന്താ? ഘടികാരം. എന്താ അത്? ഘടികാരം. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ക്ലോക്ക് എന്ന് പറയല്ലേ? എല്ലാ വീട്ടിലും ഘടികാരമുണ്ട്. ഘടികാരം ഇല്ലാത്തൊരു വീടുണ്ടോ? ഇല്ല. നമുക്ക് ഘടികാരം കൊണ്ട് സമയം നോക്കാം. ഉച്ചയാണോ, എത്ര സമയമായി എന്നുള്ളത് അറിയുന്നത് ഘടികാരത്തിലൂടെയാണ് അല്ലേ? അടുത്ത വാക്ക് ങ. ങ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, തേങ്ങ അല്ലേ? തേങ്ങ. തേങ്ങ എന്തിനാ ഉപയോഗിക്കുക? നമ്മൾ ഭക്ഷണ സാധനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നല്ലേ? തേങ്ങ ചട്നിയും തേങ്ങ അരച്ച കറിയും. ഹോഫ്, എന്ത് രുചിയാ! അതെ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട വാക്കുകൾ, അതായത് നമ്മൾ കണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാ? ഖ, ഖ, ഗ, ഘ, ങ അല്ലേ? ഖ, ഖ, ഗ, ഘ, ങ. ശരി. അടുത്ത അക്ഷരം ച കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, ചക്ക അല്ലേ? ചക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെ നാട്ടിൽ ഒരുപാട് കാണപ്പെടുന്നൊരു ഫലമാണ് ചക്ക അല്ലേ? അടുത്ത നോക്കാം, ഛ. അതുകൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, ഛത്രം. എന്തത്? ഛത്രം. അടുത്ത വാക്ക് നോക്കാം, ജ. ജ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, ജനൽ. എന്താ? ജനൽ. ജനൽ കൊണ്ടെന്താ ഉപകാരം?
ഞങ്ങളെ വീട്ടിലൊക്കെ എല്ലാ വീട്ടിലും ജനൽ വേണം. കാരണം ജനൽ വഴിയാണ് കാറ്റും വെളിച്ചവും ഒക്കെ വീട്ടിലേക്ക് കടന്നു വരുന്നത് അല്ലേ. അടുത്തത് ഝ. എന്തത്? ഝ. ഝ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, ഝഷം. എന്തത്? ഝഷം അല്ലേ. അടുത്ത നോക്കാം. ഞ. എന്തത്? ഞ. ഞ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, ഞണ്ട് അല്ലേ. ഞണ്ട്. ഞണ്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ, ഭയങ്കര രുചിയാണല്ലേ. ശരി, അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട വാക്കുകൾ എന്താ? ച, ച, ജ, ജ, ഞ. എന്താ? ച, ഛ, ജ, ഝ, ഞ. അടുത്ത വാക്ക് നോക്കാം. അടുത്ത അക്ഷരം ഡ. അതുകൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, കുട. കുട എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ മഴയത്തൊക്കെ പോകുമ്പം കുട ചൂടിയിട്ടാണ് സ്കൂളിൽ പോകുക അല്ലേ. ഇപ്പോൾ പുറത്തിറങ്ങണമെങ്കിൽ തന്നെ കുട വേണം, അത്രയും മഴയുള്ള സമയത്ത്. ചിലരത് വെയിലത്തും ഉപയോഗിക്കുന്നുണ്ട്, വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലേ. അതാണ് കുട. അടുത്തത് ഢ. അത് ഠ എന്ന് പറയും നമ്മൾ. അതിനെന്താ പറയുക? അതിനൊരു വാക്ക് പറഞ്ഞേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്. അതെ, മിഠായി അല്ലേ. എന്തത്? മിഠായി. അടുത്തത് ഡ. ഡ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. ഡപ്പി അല്ലേ. ഡപ്പി. ഡപ്പി എന്തിനാ ഉപയോഗിക്കുക? ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ ഇടാൻ നമ്മൾ ഡപ്പി ഉപയോഗിക്കും അല്ലേ. അടുത്തത് ഢ. എന്തത്? ഢ. അതുകൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, ഢമാരം. എന്തത്? ഢമാരം. അടുത്ത നോക്കാം. അടുത്ത അക്ഷരം ണ. എന്തത്? ണ. ണ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, അരണ അല്ലേ. എന്താ പറയാന്? അരണ. അരണയെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും. നമ്മളെ നാട്ടും പുറത്തൊക്കെ പറമ്പത്തും ചിലപ്പോൾ വീട്ടിനടുത്ത് പോലും കണ്ടിട്ടുണ്ട് നമ്മൾ അരണയെ അല്ലേ. ഇപ്പോൾ ഇതുവരെ കണ്ട അക്ഷരങ്ങൾ നോക്കാം. ട, ഠ, ഡ, ഢ, ണ. എന്താ? ട, ഠ, ഡ, ഢ, ണ അല്ലേ. അടുത്ത അക്ഷരം നോക്കാം. അടുത്തത് ത. എന്താത്? ത. ത കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. എല്ലാവരും മരത്തിലൊക്കെ കാണുന്ന ഒരു പക്ഷിയുണ്ട് ത കൊണ്ട്. അതെ, തത്ത അല്ലേ. തത്ത. തത്ത എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഒരുപാട് നിറങ്ങളുണ്ട്, പക്ഷെ കൂടുതൽ നമ്മൾ തത്തയെ ഏത് നിറത്തിലാണ് കാണുക? പച്ച കളർ ശരീരവും ചുവന്ന ചുണ്ടുകളുമായി നല്ല സുന്ദരിയായ തത്തമ്മ ഉണ്ട് അല്ലേ. തത്ത. അടുത്ത് നോക്കാം. ഥ. അടുത്ത അക്ഷരം എന്താ? ഥ. അതുകൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, രഥം. എന്താത്? രഥം അല്ലേ. അടുത്തത് നോക്കാം. അക്ഷരം ദ. എന്താ അക്ഷരം അത്? ദ. ദ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, ദൃശ്യം. എന്താ അത്? ദൃശ്യം. ദൃശ്യം എന്താണ്? ദൃശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതിനാണ് ദൃശ്യം എന്ന് പറയുന്നത് അല്ലേ. ദൃശ്യം സിനിമ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും
ആ അതാണ് ദൃശ്യം. അടുത്ത നോക്കാം. ധ ധ അതുകൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, ധനുസ്. എന്താത്? ധനുസ്. അടുത്ത നോക്കാം. അടുത്ത അക്ഷരം എന്താ? ന. എന്താത്? ന. ന കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. എല്ലാവരും എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിന് ന എന്നൊരു അക്ഷരം ഉപയോഗിക്കുന്നുണ്ട്. അതെ, പേന. അല്ലേ? എന്താത്? പേന. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട അക്ഷരങ്ങൾ ഏതാ? ത, ത, ദ, ധ, ന. എന്താ? ത, ത, ദ, ധ, ന. അടുത്ത അക്ഷരം നോക്കാം. പ. പ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാവ. പാവക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഡോൾ എന്ന് പറയും. അല്ലേ? എന്താ അത്? പാവ. അടുത്ത നോക്കാം. ഫ. എന്താ അത്? ഫ. ഫ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, ഫലം. എന്താ അത്? ഫലം. അതിനെന്താ ഇംഗ്ലീഷിൽ പറയാ? ഫ്രൂട്ട്സ് എന്ന് പറയും. അല്ലേ? അതെ. അടുത്ത നോക്കാം. ബ. ബ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതെ, ബലൂൺ. എന്താ അത്? ബലൂൺ. അടുത്ത അക്ഷരം നോക്കാം. ഭ. എന്താ അത്? ഭ. ഭ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, ഭരണി. എന്താ? ഭരണി. ഭരണി. അടുത്ത അക്ഷരം നോക്കാം. മ. മ. മ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, മയിൽ. എന്താ അത്? മയിൽ. മയിലിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? സൂലും കാട്ടിലൊക്കെ ഉള്ള ഒരു പക്ഷിയാണ് മയിൽ. അല്ലേ? ഭയങ്കര ഭംഗിയുള്ളൊരു പക്ഷിയാണ്. അല്ലേ? അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട അക്ഷരങ്ങൾ എന്താ? പ, ഫ, ബ, ഭ, മ. എന്താ? പ, ഫ, ബ, ഭ, മ. അടുത്ത അക്ഷരം നോക്കാം. യ. യ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, യാത്ര. യാത്ര എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യാത്ര ചെയ്യുന്നില്ലേ ഒരുപാട്? ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക്, ചിലപ്പോൾ നമ്മുടെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. അല്ലേ? അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ജേണി എന്ന് പറയും. യാത്രൻ്റെ യാ. അടുത്ത നോക്കാം. ര. ര കൊണ്ട് വാക്ക് പറഞ്ഞേ. അതെ, എന്നാലോചിക്ക്. എന്താ അത്? രഥം. എന്താ അത്? രഥം. അല്ലേ? അടുത്ത നോക്കാം. ല. ല കൊണ്ടൊരു സ്വീറ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മധുര പലഹാരം ഉണ്ട് ല കൊണ്ട്. എന്താ അത്? അതെ, ലഡു. അല്ലേ? നമ്മൾ ലഡു കഴിക്കില്ലേ? എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ലഡു. അതെ, ലഡു. അടുത്ത നോക്കാം. വ. വ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, വായു. വായു എന്താ? വായു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ലേ? വായു കാണാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല, വായുവിനെ ആർക്കും കാണാൻ പറ്റില്ല. പക്ഷെ നമുക്കത് അനുഭവിക്കാൻ പറ്റും. അല്ലേ? വ, വായു. അടുത്തത് ശ. ശ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, ശലഭം. എന്താ അത്? ശലഭം. ശലഭം.
അടുത്ത നോക്കാം. ഷ. ഷ. അതുകൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, മഷി. അല്ലേ? പേനയിലാണ് മഷി ഉള്ളത്. മഷിയില്ലാതെ നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. അതാണ് മഷി. അടുത്ത നോക്കാം. സ. സ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, സർപ്പം. എന്തത്? സർപ്പം. അടുത്ത നോക്കാം. ഹ. ഹ. ഹ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. ഹാസ്യം. അല്ലേ? ഹാസ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പൊട്ടിച്ചിരിക്കുക. അതിനാണ് നമ്മൾ ഹാസ്യം എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിൽ എന്താ പറയുക? ലാഫ്റ്റർ എന്ന് പറയും. അല്ലേ? ഹാസ്യം. അടുത്ത നോക്കാം. ള. ള കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, തവള. അല്ലേ? എന്താ അത്? തവള. ഇംഗ്ലീഷിൽ അതിന് ഫ്രോഗ് എന്ന് പറയും. തവള എവിടെയാണ് കാണപ്പെടുന്നത്? തവള വെള്ളത്തിലും കരയിലൊക്കെ കാണും. അല്ലേ? അയ്യോ, കാണുമ്പോൾ തന്നെ പേടിയാവും. ഓരോ തരത്തിലുള്ള തവളകളും ഉണ്ട്. ഓരോ വിഷമുള്ള തവളകളുണ്ട്, വിഷമില്ലാത്ത തവളകളൊക്കെ ഉണ്ട്. അല്ലേ? അടുത്ത നോക്കാം. ഴ. എന്താ അത്? ഴ. ഴ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഴ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതെ, മഴ. മഴ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതെ, മഴ. അടുത്ത് നോക്കാം. റ. റ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, പറ. അല്ലേ? പറ. റ ഉപയോഗിക്കുന്നു. പറ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പണ്ട് കാലത്ത് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ് പറ. അടുത്ത നോക്കാം. ക്ഷ. അടുത്ത വാക്കാണ് ക്ഷ. ക്ഷ കൊണ്ടൊരു വാക്ക് പറഞ്ഞേ. അതെ, പക്ഷി. അല്ലേ? എന്താ അത്? പക്ഷി. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട അക്ഷരങ്ങൾ എന്താ? യ, ര, ല, വ, ശ, ഷ, സ, ഹ, ഴ, ഴ, റ. അല്ലേ? ഒരുപാട് അക്ഷരങ്ങളുണ്ട് നമ്മൾ ഇതുവരെ. അപ്പോൾ ഇതുവരെ നമ്മൾ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും കണ്ടു. ഓരോ വ്യഞ്ജനാക്ഷരങ്ങളും കൊണ്ട് എന്തൊക്കെ വാക്കുകൾ നമുക്കറിയാമെന്നുള്ളതും കണ്ടു. അല്ലേ? അപ്പോൾ എല്ലാവരും ഇതുവരെയ്ക്കും വ്യഞ്ജനാക്ഷരങ്ങൾ കണ്ടു. അല്ലേ? ഇനി ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു പരീക്ഷ വെക്കാൻ പോവാം. നിങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിച്ചോ നോക്കണ്ടേ? അപ്പോൾ ഓരോ അക്ഷരവും ഇവിടെ കാണിച്ചു തരും. അതേത് അക്ഷരമെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. തുടങ്ങാം. ആദ്യത്തെ സെറ്റ് അക്ഷരം നോക്കാം. ഇതേതാ അക്ഷരം? ഒന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞു നമ്മളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു അവയവം ഇതാണ്. അതെ, കണ്ണിൻ്റെ ക. അല്ലേ? ഏതാത്? ക. വെരി ഗുഡ്. അടുത്ത അക്ഷരം നോക്കാം. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കും ഇത് വെച്ചിട്ട്. ചട്നിയും കറിയും ഒക്കെ ഉണ്ടാക്കും. അതെ, ങ. തേങ്ങയുടെ ങ. അല്ലേ? ഏതാ അക്ഷരം? ങ. ശരി. അടുത്ത നോക്കാം. ഇതേതാ? ഒന്ന് നോക്കിയേ, പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഇതും നമ്മുടെ ശരീരത്തിലെ അവയവത്തിന് അങ്ങനത്തെ ഒരു അക്ഷരം ഉണ്ട്. അതെ, ഖ. നഖത്തിൻ്റെ ഖ. അല്ലേ? അടുത്ത നോക്കാം. ഈ അക്ഷരം ഏതാ? ഞാൻ പറഞ്ഞു വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയുണ്ടെന്ന്. ഭയങ്കരമായൊരു പക്ഷി. അതെ, ഗരുഡൻ. ഗരുഡൻ്റെ ആദ്യത്തെ അക്ഷരമാണത്. ഗ. എന്താ അത്? ഗ. അടുത്ത നോക്കാം. ഇതേതാ അക്ഷരം? ഘ.
അല്ലേ? ഞാൻ പറഞ്ഞ എല്ലാ വീട്ടിലും കാണപ്പെടുന്നതാണ് ഘടികാരം. അല്ലേ? ഇംഗ്ലീഷിൽ അതിന് ക്ലോക്ക് എന്ന് പറഞ്ഞില്ലേ? ഘടികാരം, അതിൻ്റെ ഘ. വെരി ഗുഡ്. അപ്പോൾ ആദ്യത്തെ സെറ്റ് അക്ഷരങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞു. ഇനി അടുത്ത നോക്കാം. ഇതെന്താ സംഭവം? ഒന്നാലോചിക്കേ. അതെ, ഛ അല്ലേ? ഛത്രം എന്ന വാക്കിൻ്റെ ഛ. അടുത്ത നോക്കാം. ഞാൻ പറഞ്ഞു ഇത് എല്ലാ വീട്ടിലും കാണപ്പെടുന്ന ഒരു വസ്തുവാണ്. ഒരു വീട്ടിലും ജനലില്ലാണ്ട് പറ്റില്ല. അപ്പം അത് ജ അല്ലേ? എന്താ അത്? ജ. അടുത്ത നോക്കാം. എന്താ അത്? ആ, ജഷത്തിൻ്റെ ജ. എന്താ അത്? ജ അല്ലേ? അടുത്ത നോക്കാം അക്ഷരം. അതെ, എന്താ അത്? ഞങ്ങൾ പറഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കും. ഒരു നല്ല ടേസ്റ്റി ആയിട്ട് ഒരുപാട് സ്വാദുള്ളൊരു ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട്. ഞണ്ട് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഞണ്ട്. അതിൻ്റെ ഞ അല്ലേ? അക്ഷരം എന്താ? ഞ. അടുത്ത നോക്കാം. ഇതെന്താ? ഒന്ന് ആലോചിക്കേ. അതെ, ച അല്ലേ? എന്താ അത്? ച. ശരി, അടുത്ത സെറ്റ് നോക്കാം. എന്താ അത്? ട. എന്താ അത്? ട. ട കൊണ്ടൊന്ന് ഉത്തരം പറഞ്ഞല്ലോ ഞാൻ. മിഠായി അല്ലേ? മിഠായി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതാണ് ട. അടുത്ത നോക്കാം. അതെ, ഞാൻ പറഞ്ഞു മഴയത്ത് ഇത് ചൂടിയാണ് നമ്മൾ പുറത്തിറങ്ങുക. കുട, അതിൻ്റെ ഡ അല്ലേ? എന്താ അത്? ഡ. അതിന് ഇംഗ്ലീഷിൽ എന്താ നമ്മൾ ശരിക്കും പറയാ? കുടക്ക്? അതെ, അംബ്രല എന്ന് പറയും അല്ലേ? ശരി, അടുത്ത നോക്കാം. ഇതെന്താണ്? ഞാൻ പറഞ്ഞു ഓരോ ചെറിയ ചെറിയ വസ്തുക്കളും വിട്ടുവെക്കുന്നതാണ്. ഡപ്പി. ഡപ്പിൻ്റെ ഡ. എന്താ അത്? ഡ അല്ലേ? അടുത്ത് നോക്കാം. എന്താ അത്? എന്നാലോചിക്കേ. ണ അല്ലേ? അരണ. അരണയെ കണ്ടില്ലേ നമ്മൾ പറഞ്ഞ പോലെ? അതിൻ്റെ ണ. അതെ, വെരി ഗുഡ്. അടുത്ത സെറ്റ് നോക്കാം. ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയുണ്ട്. ചുവന്ന ചുണ്ടും നല്ല പച്ച കളർ ഉടലുമായിട്ട്. അതെ, തത്തമ്മ അല്ലേ? തത്തൻ്റെ ആദ്യത്തെ അക്ഷരം ത. അടുത്ത നോക്കാം. എന്താ അത്? ധനുസ്. ധനുസിൻ്റെ ധ ആദ്യത്തെ അക്ഷരമാണ്. എന്താ അത്? ധ അല്ലേ? അടുത്ത നോക്കാം. എന്താ അത്? ഈ അക്ഷരം എന്താണ്? അതെ, രഥം. ധംൻ്റെ ധ ഇല്ലേ? അതാണ് രഥംൻ്റെ രണ്ടാമത്തെ അക്ഷരം. അതാണ് ധ. അടുത്ത നോക്കാം. എന്താണത്? ഞാൻ പറഞ്ഞു അതില്ലാണ്ട് എഴുതാൻ പറ്റില്ല നമുക്ക്. ന. പേനൻ്റെ ന അല്ലേ? അതെ. അപ്പോൾ ഈ സെറ്റ് കഴിഞ്ഞ് നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. എന്താ അത്? പ അല്ലേ? എന്താ അത്? പ. അതെ, എല്ലാവരും കറക്റ്റായിട്ട്. പാൻ്റെ എന്ത് ഉദാഹരണം ഞാൻ എന്താ പറഞ്ഞത്? ആ, അതെ അതെ, കറക്റ്റ്. അടുത്ത നമുക്ക് നോക്കാം. എന്താ അത്? ഒന്ന് ആലോചിക്കേ. ഞാൻ പറഞ്ഞു നമ്മളത് ഇംഗ്ലീഷിൽ അതിന് ഫ്രൂട്ട്സ് എന്ന് പറയും. ആദ്യത്തെ അക്ഷരം എന്താ? ഫ അല്ലേ? ഫലം എന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഫ അല്ലേ? അടുത്ത നോക്കാം. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഒരുപാട് സൂല് കണ്ടിട്ടുണ്ടാവും. അതുമാത്രമല്ല നമ്മൾ കാട്ടിലും കാണപ്പെടുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു പക്ഷിയാണ്. എന്താ അത്? ആ, മയിൽ. മയിലിൻ്റെ ആദ്യത്തെ അക്ഷരം മ അല്ലേ? എന്താ അത്? മ. അടുത്ത നോക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വസ്തുവിൻ്റെ ആദ്യത്തെ അക്ഷരമാണ്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണത്. അതെ, ബ
ബ വെച്ച ആ ഒരു വാക്ക് പറഞ്ഞ് ബലൂൺ അല്ലേ, അതിൻ്റെ ബ. അടുത്ത നോക്കാം. ഇതിലാണ് ഒരുപാട് സാധനങ്ങൾ ഇട്ട് വെക്കുന്നത്. അതായത് ഭക്ഷണ സാധനങ്ങളെല്ലാം ചിലപ്പം പണ്ട് കാലത്ത് എടുത്ത് വെക്കുന്നതാണ്. ഭരണി, ഭരണിൻ്റെ ആദ്യത്തെ അക്ഷരമാണിത്. ഭ. എന്താ ഭ. അടുത്ത നോക്കാം. ഇതെന്താ അക്ഷരം? ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട് കഴിക്കുന്ന, ഉരുണ്ടിട്ട് മഞ്ഞ കളറ്. അതെ, ലഡു അല്ലേ. ലഡുവിൻ്റെ ആദ്യത്തെ അക്ഷരം എന്താ? ല. എന്താ അത് അക്ഷരം? ല. അടുത്ത് നോക്കാം. എന്താ അത്? എന്നാലോചിക്കേ, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണത്. അതെ, ഴ. മഴയുടെ ഴ അല്ലേ. അടുത്ത് നോക്കാം. ഇതെന്താ അക്ഷരം? അതെ, പറൻ്റെ റ അല്ലേ. എന്താ അത്? റ. ഇതെന്താ അക്ഷരം? നമ്മൾ ഇംഗ്ലീഷിൽ ബേർഡ്സ് എന്ന് പറയും. അതിന് മലയാളത്തിൽ എന്താ പറയാൻ? പക്ഷി. അപ്പം അതിൻ്റെ അവസാനത്തെ അക്ഷരം ക്ഷ അല്ലേ. എന്താ അത്? ക്ഷ. അടുത്ത അക്ഷരം നോക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്, കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ശലഭം. ശലഭത്തിൻ്റെ ശ. എന്താ അത്? ശ അല്ലേ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ബട്ടർഫ്ലൈ എന്നും പറയും അല്ലേ. അടുത്ത നോക്കാം. ഇതെന്താണ്? ഞാൻ പറഞ്ഞു പേനയിൽ ഇതില്ലാതെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതെ, മഷി. മഷീൻ്റെ അവസാനത്തെ അക്ഷരം ഷ അല്ലേ. അതെ. അടുത്ത നോക്കാം. എന്താണത്? ഞാൻ പറഞ്ഞു ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ ആദ്യത്തെ അക്ഷരം അതെ, വായു. വായുയുടെ ആദ്യത്തെ അക്ഷരം വ അല്ലേ. അടുത്ത് നോക്കാം. എന്താണത്? ഒന്നാലോചിക്കേ ഈ അക്ഷരം ഏതാണെന്ന്. ആ അതെ, രഥം. അതിൻ്റെ ര അല്ലേ. എന്താ അത്? ര. അടുത്ത അക്ഷരം നോക്കാം. എന്താ അത്? ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ ഇഷ്ടമാണ്. അതിനെന്താ പറയുക നമ്മൾ? യാത്ര അല്ലേ. അതിൻ്റെ ആദ്യത്തെ അക്ഷരമാണത് യ അല്ലേ. എന്താ അത്? യ. അടുത്ത അക്ഷരം എന്താന്ന് നോക്കിയേ. അത് വെച്ചൊരു ജീവിയുണ്ട്, എല്ലാവർക്കും പേടിയാണ്. അത് കുത്തിയാൽ നമ്മളെല്ലാവരും മരിച്ചു. അതെ, സ. ആ വാക്കെന്താണത്? സർപ്പം. സർപ്പത്തിൻ്റെ ആദ്യത്തെ അക്ഷരമാണത് സ അല്ലേ. അടുത്ത നോക്കാം. ഇതെന്താ അക്ഷരം? ഞാൻ പറഞ്ഞു ഇത് വെച്ചൊരു വാക്കുണ്ട്. ആ വാക്ക് ഒരു ജീവിയാണ്. ആ ജീവിക്ക് വിഷമുണ്ട്, വിഷമില്ലാത്തതുമുണ്ട്. അതെ, തവള അല്ലേ. തവളൻ്റെ അവസാനത്തെ അക്ഷരമാണത് ള അല്ലേ. അടുത്ത നോക്കാം. ഇതേതാണ്? ഞാൻ പറഞ്ഞു എല്ലാവർക്കും ചിരിക്കാൻ ഇഷ്ടമാണ്. ഹാസ്യം. ഹാസ്യത്തിൻ്റെ ആദ്യത്തെ അക്ഷരമാണത്. എന്താ അത്? ഹ അല്ലേ. എന്താ അത്? ഹ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ അക്ഷരം എന്ന്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെ ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നാളെ ശ്രദ്ധിച്ചിന് കേട്ടോ.